നമസ്കാരം. അധികാരത്തിന്റെ ഹുങ്കിൽ സാധാരണക്കാരനായ KSRTC ഡ്രൈവറുടെ തൊഴിൽ തെറിപ്പിച്ച തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവിനും കാലം കാത്തുവെച്ച കാവ്യനീതിയാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കേരളം കണ്ടത്. CPMന്റെ ഉറച്ച കോട്ടയായ ബാലുശ്ശേരിയിൽ സിറ്റിംഗ് MLA ആയിരുന്ന സച്ചിൻ ദേവ് കനത്ത പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന ആര്യ രാജേന്ദ്രന്റെ മോഹങ്ങൾക്ക് പാർട്ടി തന്നെ സീറ്റ് നിഷേധിക്കുകയും ചെയ്തു. ജനവികാരം തങ്ങൾക്ക് പൂർണ്ണമായും എതിരാണെന്ന് തെളിയിച്ച ഈ തെരഞ്ഞെടുപ്പ് തിരിച്ചടികൾക്ക് പിന്നാലെ ഈ ദമ്പതികൾ ചേർന്ന് പണി കളഞ്ഞ KSRTC ഡ്രൈവർ HL യദുവിന് നിയമസഭയിൽ താൽക്കാലിക ഡ്രൈവറായി നിയമനം ലഭിച്ച വാർത്തയും പുറത്തുവരുന്നു. 2024 ഏപ്രിൽ 28 തിരുവനന്തപുരം പാളയത്ത് വെച്ച് മേയറായിരുന്ന ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയും സഞ്ചരിച്ചിരുന്ന ഔദ്യോഗിക കാർ കുറുകെയിട്ട് KSRTC ബസ് തടഞ്ഞത്. തങ്ങളുടെ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചെന്നായിരുന്നു മേയറുടെ ആരോപണം. എന്നാൽ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്ന് കാണിച്ച് ഡ്രൈവർ യദു നൽകിയ പരാതി സ്വീകരിക്കാൻ പോലീസ് ആദ്യം തയ്യാറായില്ല. ഭരണസ്വാധീനം ഉപയോഗിച്ച് യദുവിന്റെ താൽക്കാലിക ജോലി തെറിപ്പിക്കാനും ഇവർക്ക് കഴിഞ്ഞു. എന്നാൽ ഈ ധാർഷ്ട്യത്തിന് വോട്ടർമാരും കാലവും ഒന്നിച്ചു നൽകിയ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങൾ. CPMന് ശക്തമായ സ്വാധീനമുള്ള കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി മണ്ഡലത്തിൽ സച്ചിൻ ദേവ് ഏറ്റുവാങ്ങിയ തോൽവി പാർട്ടിക്ക് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത്. മുൻപ് CPM സംസ്ഥാന സമിതി അംഗമായിരുന്ന പുരുഷൻ കടലുണ്ടി ഉൾപ്പെടെയുള്ള പ്രമുഖർ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയ മണ്ഡലമാണിത്. അണികളും വോട്ടർമാരും ഒരുപോലെ സച്ചിൻ ദേവിനെ കൈവിട്ടത് ജനപ്രതിനിധി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ അഹങ്കാര നിലപാടുകൾക്കുള്ള നേരിട്ടുള്ള ശിക്ഷയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഇതിനു പുറമെ മേയർ സ്ഥാനം നഷ്ടപ്പെട്ടതോടെ രാഷ്ട്രീയമായി പ്രതിസന്ധിയിലായ ആര്യ രാജേന്ദ്രന് ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിക്കാൻ വലിയ താല്പര്യമുണ്ടായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ഏതെങ്കിലും സുരക്ഷിത മണ്ഡലത്തിൽ മത്സരിച്ച് MLA ആകാനായിരുന്നു നീക്കം. എന്നാൽ സഖാവ് V ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പരസ്യമായും രഹസ്യമായും ആര്യയുടെ മുൻകാല നിലപാടുകളെയും റോഡിലെ കാട്ടിക്കൂട്ടലുകളെയും വിമർശിച്ചിരുന്നു. ആര്യ മത്സരിച്ചാൽ ജനവികാരം തിരിച്ചടിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് CPM നേതൃത്വം ഇത്തവണ അവർക്ക് സീറ്റ് നിഷേധിച്ചത്. ഒരേ സമയം നിയമസഭയിൽ ഇരുന്ന് ഭരണം നിയന്ത്രിക്കാമെന്ന ആര്യയുടെയും സച്ചിൻ ദേവിന്റെയും സ്വപ്നങ്ങളാണ് 2026 ഇലക്ഷനോടെ തകർന്നടിഞ്ഞത്. ഒരാൾക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ മറ്റൊരാൾ ജനകീയ കോർട്ടിൽ പരാജയപ്പെട്ടു. അധികാരം സ്ഥിരമല്ലെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ മടിച്ച ഈ യുവദമ്പതികൾക്ക് വോട്ടർമാർ നൽകിയ ഈ അച്ചടക്ക നടപടി CPMനുള്ളിലെ മറ്റു യുവനേതാക്കൾക്കും പാഠമാണ്. അപ്പോഴാണ് ഈ കഥയിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ആര്യയും സച്ചിനും ചേർന്ന് അന്ന് റോഡിലിട്ട് അധിക്ഷേപിക്കുകയും ഭരണസ്വാധീനത്താൽ KSRTCയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത ഡ്രൈവർ യദുവിനാണിപ്പോൾ നിയമസഭയിൽ താൽക്കാലിക ഡ്രൈവറായി നിയമനം ലഭിച്ചിരിക്കുന്നത്. തോറ്റുപോയ MLAയും സീറ്റ് കിട്ടാത്ത മുൻ മേയറും നിയമസഭയ്ക്ക് പുറത്തു നിൽക്കുമ്പോൾ ഇവർ ജീവനോപാധി തകർത്ത സാധാരണക്കാരൻ അഭിമാനത്തോടെ നിയമസഭയുടെ പടവുകൾ കയറുകയാണ്. ജോലി നഷ്ടപ്പെട്ട് പ്രതിസന്ധിയിലായ യദുവിന് നിയമസഭയിൽ നിയമനം നൽകണമെന്നാവശ്യപ്പെട്ട് പുതുപ്പള്ളി MLA ചാണ്ടിയുമ്മനാണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കത്ത് നൽകിയത്. ഒടുവിൽ സ്പീക്കറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് യദുവിന് താൽക്കാലിക നിയമനം നൽകിക്കൊണ്ടുള്ള ഉത്തരവിറങ്ങിയത്. തന്നെ കള്ളക്കേസിൽ കുടുക്കാനും പട്ടിണിക്കിടാനും നോക്കിയ ഭരണാധികാരികളുടെ രാഷ്ട്രീയ തകർച്ചയ്ക്ക് സാക്ഷിയായാണ് യദു പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നത്. അധികാരത്തിന്റെ ബലത്തിൽ സാധാരണക്കാരെ ചവിട്ടിമെതിക്കാൻ നോക്കിയാൽ ജനം ജനാധിപത്യപരമായ വഴിയിലൂടെ എങ്ങനെ തിരിച്ചടിക്കുമെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. തോൽവിയുടെ സച്ചിൻ ദേവും മേയർ പദവി പോയതോടെ ആര്യയും രാഷ്ട്രീയമായി വലിയ പ്രതിസന്ധിയിലുമാണ്.